വാതിൽപ്പടി വിതരണക്കാരുടെ സമരത്തിൽ നിശ്ചലമായി സംസ്ഥാനത്തെ റേഷൻ വിതരണം. സംസ്ഥാനത്തെ മിക്ക റേഷൻ കടകളിലും ഉൽപ്പന്നങ്ങൾ കാലിയാണ്. പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് റേഷൻ വ്യാപാരികളുടെ സംഘടന അറിയിച്ചിരിക്കുന്നു. കരാറുകാരുടെ സമരം മൂലം റേഷൻ മുടങ്ങുന്നത് 1.5 വർഷത്തിനിടെ 5ാം തവണയാണ്. പ്രജിത്ത് മോഹനൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രജിത്ത്, റേഷൻ കടകൾ എന്ന് പറയുന്നത് സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഇടങ്ങളാണ്. അവിടെ മിക്ക ഉൽപ്പന്നങ്ങളും കാലിയായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ റേഷൻ വ്യാപാരികൾ അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്നും വ്യാപാരികളുടെ സംഘടന അറിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 5ാമത്തെ തവണ റേഷൻ ഇത്തരത്തിൽ മുടങ്ങുന്നു 1.5 വർഷത്തിനിടയിൽ എന്ന് പറയുമ്പോൾ വളരെയധികം ഒരു കെടുകാര്യസ്ഥത അതിനുള്ളിൽ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. സംസ്ഥാനത്ത് റേഷൻ വിതരണത്തിൽ സർക്കാർ തുടർച്ചയായി പല വീഴ്ചകളും വരുന്നുണ്ട്. പ്രത്യേകിച്ച് വിതരണക്കാർക്ക് പണം നൽകുന്നതിൽ, അതോടൊപ്പം തന്നെ റേഷൻ വ്യാപാരികൾക്ക് അവരുടെ പ്രതിമാസ വേതനം അനുവദിക്കുന്നതിൽ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വീഴ്ചകൾ തുടർച്ചയായി സംഭവിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിൽ റേഷൻ മുടങ്ങുന്ന രീതിയിലേക്ക് വ്യാപാരികളുടെയും അതോടൊപ്പം തന്നെ വാതിൽപ്പടി വിതരണം നടത്തുന്ന ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ട് അസോസിയേഷൻ്റെയൊക്കെ സമരം കാരണം പല സമയത്തും ഈ റേഷൻ വിതരണം പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഇപ്പോൾ മെയ് 1 മുതൽ ഈ പറയുന്ന രീതിയിൽ റേഷൻ വിതരണം നടത്തേണ്ട അല്ലെങ്കിൽ റേഷൻ കടകളിലേക്ക് കഴിഞ്ഞ തിങ്കളാഴ്ച മുതലാണ് റേഷൻ വിതരണം നടത്തേണ്ട ട്രാൻസ്പോർട്ടിംഗ് അസോസിയേഷന്റെ പ്രതിനിധികൾ അവർ സമരത്തിലേക്ക് പോയത്. അതിന് കാരണം എന്ന് പറയുന്നത് ഒരു മാസം ഏകദേശം 25 കോടിയോളം രൂപയാണ് ഇത്തരത്തിൽ വിതരണം നടത്തുന്ന ഈ റേഷൻ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ കരാറുകാർക്ക് നൽകേണ്ടത്. അതിൽ ഏതാണ്ട് 55ഓളം കരാറുകാർക്കായി ഒരു മാസം 25 കോടിയോളം രൂപ സർക്കാർ നൽകേണ്ടതുണ്ട്. ഈ 2025 ജനുവരി മുതൽ അത് കുടിശ്ശികയായി തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് സർക്കാരിനെ കൃത്യമായി വിവരങ്ങൾ അറിയിക്കുകയും എന്നാൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടലുകൾ ഉണ്ടാകുകയും ഈ റേഷൻ വിതരണത്തിന്റെ നോഡൽ ഏജൻസിയായി പ്രവർത്തിക്കുന്ന സപ്ലൈകോ പോലും കൃത്യമായി ഇവർക്ക് പണം നൽകാത്തതിനെ തുടർന്നാണ് ഈ രീതിയിൽ സമരവുമായി ഈ വാതിൽപ്പടി വിതരണം നടത്തുന്ന കരാറുകാർ മുന്നോട്ട് പോയത്. ആ സമരത്തിന്റെ ഭാഗമായി ഇപ്പോൾ റേഷൻ കടകളിലെ പ്രതിസന്ധി വലിയ രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ റേഷൻ കടകളിൽ ഏതാണ്ട് ഇനി ഒരു 1-2 ദിവസം കൂടി വിതരണം ചെയ്യാനുള്ള സാധനങ്ങൾ പോലും ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. റേഷൻ വാങ്ങാനായി ആളുകൾ റേഷൻ കടകളിലേക്ക് എത്തുമ്പോൾ അവിടെ സാധനങ്ങളില്ല എന്ന് പറഞ്ഞ് ഈ പറയുന്ന കാർഡുടമകളെ തിരിച്ചയക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് റേഷൻ വ്യാപാരികൾ പോയതോടുകൂടിയാണ് അവരും പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്തെത്തുന്നത്. സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടുകയും നിലവിൽ വാതിൽപ്പടി വിതരണം നടത്തുന്ന കരാറുകാർ നടത്തുന്ന സമരത്തിൽ നിന്ന് അവരെ പിന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം സർക്കാർ സൃഷ്ടിക്കുകയും വേണം എന്നുള്ളതാണ് റേഷൻ വ്യാപാരികളും ആവശ്യപ്പെടുന്നത്. കാരണം സംസ്ഥാനത്തെ ഇപ്പോൾ നമ്മൾ ഈ റേഷൻ കടകൾ പ്രവർത്തിക്കുന്നത് ഓരോ ദിവസവും റേഷൻ വ്യാപാരികൾ പ്രവർത്തിക്കുന്നതിന് പലയിടത്തു നിന്നും കടമെടുത്തും അല്ലെങ്കിൽ സർക്കാർ കൃത്യമായി പണം നൽകാത്തത് കൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയിലാണ് അവരും മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ചില സ്ഥലങ്ങളിലാട്ടെ ഈ സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കാത്ത റേഷൻ വ്യാപാരികളുണ്ട് അല്ലെങ്കിൽ റേഷൻ കടകളുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കടകൾക്ക് ഈ പറയുന്ന രീതിയിൽ വാടക കൊടുക്കേണ്ടതുണ്ട്. റേഷൻ കടകളിൽ വൈദ്യുതി സംവിധാനമൊക്കെ ഏർപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ വലിയ ഭാരിച്ച പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് അവരും ഈ റേഷൻ വിതരണത്തിന് തയ്യാറായി മുന്നോട്ട് വരുന്നത്. ആ സമയത്താണ് റേഷൻ കടകളിലേക്ക് സാധനം എത്താത്ത രീതിയിൽ ഗോഡൌണുകളിൽ നിന്നും റേഷൻ കടകളിലേക്ക് വാതിൽപ്പടി വിതരണം നടത്തേണ്ട ഈ പറയുന്ന കോൺട്രാക്ടുകാർ സമരത്തിലേക്ക് പോയിരിക്കുന്നതും. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആ സമരം ഒത്തുതീർപ്പാക്കാനുള്ള ഒരു നടപടിയും ഉണ്ടാകാതെ വന്നതോടുകൂടിയാണ് ഇപ്പോൾ റേഷൻ വ്യാപാരികളും പ്രതിഷേധം അറിയിച്ച് രംഗത്തെത്തുന്നത്. സംസ്ഥാനത്തെ ഏതാണ്ട് 70% റേഷൻ കടകളിലും ഒരു വസ്തു പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് റേഷൻ വ്യാപാരികൾ അറിയിക്കുന്നത്. 1.5 വർഷത്തിനിടെ 5 തവണ ഈ പറയുന്ന വാതിൽപ്പടി വിതരണം നടത്തുന്ന കരാറുകാർ സമരം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാനത്തെ റേഷൻ മേഖലയെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാക്കുന്നത്. ഓരോ തവണയും ഈ പറയുന്ന രീതിയിൽ വാതിൽപ്പടി വിതരണക്കാർ സമരത്തിൽ പോകുമ്പോഴും റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തുന്നതിൻ്റെ ആ ഫ്ലോ കുറയുന്നതോടുകൂടി കൃത്യസമയത്ത് ഈ വസ്തുക്കൾ സാധാരണക്കാരായ റേഷൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ റേഷൻ വാങ്ങിച്ച് സ്വന്തം വീടുകളിലേക്ക് കൊണ്ടുപോകേണ്ട സാധാരണക്കാരായ ആളുകൾക്ക് അതിന് സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഒരു തവണ സമരം നടത്തുമ്പോൾ ഇപ്പോൾ 10-20 ദിവസം സമരം കഴിയുമ്പോൾ വീണ്ടും ഈ പറയുന്ന രീതിയിൽ കൂടുതൽ സമയം ഈ പറയുന്ന വിതരണക്കാർ കൂടുതൽ സമയം ജോലി എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയും അവർ ഈ വസ്തുക്കൾ റേഷൻ കടകളിലേക്ക് എത്തിക്കേണ്ടതിൻ്റെ അത് ഒരു ഫ്ലോ കട്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. തുടർന്ന് വീണ്ടും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം ഈ മാസത്തെ സാധനങ്ങൾ കൃത്യസമയത്ത് കൊടുത്തു തീർക്കാൻ കഴിയില്ല. ആ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ വീണ്ടും ഓരോ മാസം കഴിയുന്തോറും അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്തെ റേഷൻ വിതരണം നടത്തുന്ന വാതിൽപ്പടി വിതരണം നടത്തുന്ന കരാറുകാർക്ക് ഏതാണ്ട് 125 കോടിയോളം രൂപ സർക്കാർ നൽകാനുണ്ട്. അവർക്ക് പണം നൽകുമെന്ന് കഴിഞ്ഞ കുറേ ദിവസമായി സർക്കാരും സപ്ലൈകോയും ഒക്കെ ആവർത്തിക്കുന്നുണ്ടെങ്കിലും കൃത്യസമയത്ത് ഈ പണം നൽകാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. കരാറുകാർക്ക് ഈ പറയുന്ന രീതിയിൽ എല്ലാ ദിവസവും ഈ വാഹനങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് വലിയ ചിലവുകളുണ്ട്. ഈ ചിലവുകൾ പോലും നീട്ടാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. വാഹനങ്ങൾക്ക് വാതിൽപ്പടി വിതരണം നടത്തുന്ന വാഹനങ്ങൾക്ക് ഇന്ധനം അടിക്കാൻ പോലും കഴിയാത്ത
കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് തങ്ങൾ സമരത്തിലേക്ക് പോയത് എന്ന് വാതിൽപ്പടി വിതരണക്കാർ ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ പണം കൃത്യമായി ഈ വ്യാപാരികൾക്കും അതോടൊപ്പം തന്നെ ഈ റേഷൻ വിതരണം നടത്തുന്ന വാതിൽപ്പടി വിതരണം നടത്തുന്ന കരാറുകാർക്കും ലഭ്യമാകാത്തൊരു സാഹചര്യം കൂടി ഉണ്ടായതോടുകൂടിയാണ് അവർ സമരത്തിലേക്ക് പോയത്. സംസ്ഥാനത്തെ ഏതാണ്ട് എല്ലാ റേഷൻ കടകളിലും ഒരു 70% റേഷൻ കടകളിലേക്കും സാധനങ്ങൾ ഒന്നും തന്നെ ലഭ്യമാകാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റേഷൻ കടകളുടെ പ്രവർത്തനം ഏതാണ്ട് നിലച്ച മട്ടാണ്. സംസ്ഥാനത്ത് റേഷൻ വിതരണം പൂർണ്ണമായി സ്തംഭിക്കാൻ 1-2 ദിവസം കൂടി കഴിയുന്നതോടുകൂടി സംസ്ഥാനത്ത് റേഷൻ വിതരണം പൂർണ്ണമായും സ്തംഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതിനുള്ളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുകയും ഈ റേഷൻ വിതരണക്കാരുടെ വാതിൽപ്പടി വിതരണക്കാരുടെ സമരം അവസാനിപ്പിക്കാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഇപ്പോൾ റേഷൻ വ്യാപാരികൾ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ 1-2 മാസങ്ങൾക്ക് മുൻപാണ് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളും ഈ രീതിയിൽ സമരത്തിലേക്ക് പോയത്. അവർക്ക് നൽകാമെന്ന് പറഞ്ഞ ഓണറേറിയം അതോടൊപ്പം തന്നെ അവരുടെ പ്രതിമാസ വേതനമൊക്കെ സർക്കാർ അല്ലെങ്കിൽ കൃത്യസമയത്ത് നൽകാത്തതുമായി ബന്ധപ്പെട്ട് അവർ വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു. തുടർന്ന് അനിശ്ചിതകാല സമരമൊക്കെ പ്രഖ്യാപിക്കുകയും ഒടുവിൽ സർക്കാർ ഇടപെട്ട് ചർച്ച നടത്തുകയും ചെയ്തിരുന്നെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ ഈ ഘട്ടത്തിലും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. സർക്കാർ ഉറപ്പ് നൽകി വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും, അല്ലെങ്കിൽ അവർക്ക് നൽകാനുള്ള വിതരണമൊക്കെ അവർക്ക് നൽകാനുള്ള വേതന കുടിശ്ശിക അടക്കമുള്ള കാര്യങ്ങൾ കൃത്യസമയത്ത് വിതരണം ചെയ്യുമെന്ന് സർക്കാർ പറഞ്ഞിരുന്നു. പക്ഷേ അതിൽ ചില യോഗങ്ങൾ വിളിക്കുന്നതിനപ്പുറത്തേക്ക് കാര്യമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ ഈ വാതിൽപ്പടി വിതരണക്കാരുടെ സമരത്തിന് പിന്നാലെ റേഷൻ വ്യാപാരികളും സമരത്തിലേക്ക് പോകാനുള്ള സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ റേഷൻ വിതരണം സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ പൂർണ്ണമായും മറ്റു മേഖലകൾ പോലെയല്ല റേഷൻ വിതരണം എന്ന് പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അന്നമുട്ടുന്ന ഒരു പ്രതിസന്ധിയിലേക്ക് കടന്നിരിക്കുകയാണ്. എന്തായാലും എത്രയും വേഗം തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് റേഷൻ വ്യാപാരികളും. പ്രജിത്ത് മോഹനനാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്.